എല്ലാവർക്കും നമസ്കാരം. Diaries എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ബാത്റൂമിൻ്റെ ഡോറുകൾ എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് വീട്ടിലെ ഫൈബറിൻ്റെ ഡോറുകളൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക, ബാത്റൂമിൻ്റെ ഡോറുകൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ബാത്റൂം ഡോറുകളൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ബാത്റൂം ഡോറ് ക്ലീൻ ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കാം. അപ്പോൾ ഈ ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ഡോറ് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട്. സാധാരണ നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന സിന്തറ്റിക് വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണിനടുത്ത് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഏത് ഡിഷ് വാഷാണോ ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഡിഷ് വാഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് കുറച്ച് സോപ്പ് പൊടി മിക്സ് ചെയ്താലും മതി. അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന സോപ്പ് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. നമ്മൾ എത്ര വിനാഗിരിയാണ് എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം, അത്രയും വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചാണ് നമ്മളിന്ന് ബാത്റൂമിൻ്റെ ഡോറ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്ലീനിങ് സൊല്യൂഷൻ നമുക്ക് ഉപയോഗിക്കാനുള്ള കുറച്ച് എളുപ്പത്തിനായിട്ട് ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മുടെ ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഇത് ഡോറ് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ സ്പ്രേ ബോട്ടിലേക്കൊക്കെ ഒഴിച്ച് നന്നായിട്ട് അടച്ചു വെച്ചു. ഇനി നമുക്കിത് ഉപയോഗിച്ച് ഡോറ് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ബാത്റൂമിൻ്റെ ഡോറാണ് നമ്മളിത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഫൈബറിൻ്റെ ഡോറുകൾ, മരത്തിൻ്റെ ഡോറ് ഞാൻ ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഫൈബറിൻ്റെ ഡോറുകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഡോറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെയുള്ള ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബാത്റൂം ഡോറുകളിൽ പുറത്തധികം അഴുക്കൊന്നും ഉണ്ടാവില്ല, ഉള്ളിലായിട്ട് താഴത്തെ ഭാഗത്തായിരിക്കും മിക്കവാറും തന്നെ അഴുക്കുകളൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡോറ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നനച്ചു കൊടുക്കണം. ഒരു വെള്ളമയം കിട്ടുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്ലീനിങ് സൊല്യൂഷൻ ഈ ഡോറിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലൊഴിച്ച് വെച്ച ക്ലീനിങ് സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെച്ചിട്ടോ ഒന്ന് തളിച്ച് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നിങ്ങൾക്ക് ഒട്ടും സമയമില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അല്ല കുറച്ച് ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഇത് ക്ലീനായി കിട്ടും. നമുക്ക് ഒട്ടും തന്നെ ആയാസം അനുഭവപ്പെടില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഇതുപോലുള്ളൊരു ബ്രഷ് കയ്യിലുണ്ടെങ്കിൽ ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരു സാധനം വാങ്ങാൻ കിട്ടുമല്ലോ, അത് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് ഒരു ഹാൻഡിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ക്രബ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അഴുക്കുകളൊക്കെ നല്ല എളുപ്പത്തിൽ പോരുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് അഴുക്കുകളൊക്കെ പോരുന്നുണ്ട്. പ്രത്യേകിച്ച് സോപ്പ് വെള്ളമൊക്കെ വീണിട്ടുള്ള കറകളായിരിക്കും ഡോറിൽ കൂടുതലായിട്ടുണ്ടാവുക. അതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലൊരു സ്പോഞ്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്രബ്ബർ വെച്ചിട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. അതിനുശേഷം വെള്ളം ഒഴിച്ച് കഴുകുക. പിന്നെ നിങ്ങൾ എടുക്കുന്ന സ്ക്രബ്ബർ ഒട്ടും ഹാർഡായിരിക്കരുത്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ വേണം നമ്മൾ ഡോറ് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ ഡോറിൽ പോറലുകളൊക്കെ വീഴും. പിന്നെ സ്റ്റീലിൻ്റെ വൂൾ സ്ക്രബ് ഉണ്ടല്ലോ, അതൊന്നും യാതൊരു കാരണവശാലും ഉപയോഗിക്കരുത്. സാധാരണ ഒരു സ്പോഞ്ചൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് അഴുക്കുകൾ ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോൾ തന്നെ പോയി കിട്ടും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ബാത്റൂം ഡോറുകൾ ക്ലീൻ ചെയ്യുന്ന ഒരു ക്ലീനിങ് സൊല്യൂഷൻ്റെയും അതിൻ്റെ ക്ലീനിങ്ങിൻ്റെയും വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.